ഫസ്റ്റ് ഫോണായിരുന്നു എനിക്ക് ഡിസ്ട്രാക്ഷൻ. എന്നിട്ട് ഞാൻ എല്ലാ ആപ്പും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ഓരോ ഇതിനും ഫസ്റ്റ് രാവിലെ തലേ ദിവസം രാത്രി എഴുതി വെക്കും എന്തൊക്കെ ചെയ്യണ്ടേ, ഇങ്ങനെ ടൈം സ്ലോട്ടിൽ ഇങ്ങനെ തീർക്കണം എഴുതി വെക്കും. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് ഞാൻ ഒരു 1:30 ആകുമ്പോഴേക്കും ഒരു എന്റെ റൂമിലില്ലാത്ത വേറെ റൂമിൽ പോയിരിക്കും. കാരണം റൂമിൽ ഫുള്ളും സാധനം പൊട്ടിച്ചുണ്ടാവുമല്ലോ. എന്നിട്ടൊരു അരമണിക്കൂർ കൂൾ ഓഫ് ടൈം എടുക്കും. പിന്നെ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇരിക്കും. വീട്ടിലാരും ഉണ്ടാവില്ല നോക്കാൻ. എന്നിട്ട് കറക്റ്റ് 5 മണിയാകുമ്പോൾ നിർത്തും. ഹായ് ഓൾ, ഞാൻ അമാനി ഹൻസ. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBA സ്റ്റുഡൻ്റ് ആണ്. ഞാനിവിടെ ഡോപ്പയിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വർഷത്തെ NEET 2026 ഡോപ്പയുടെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിക്കൊണ്ട് 625 മാർക്ക് നേടിയ ഫാത്തിമ മെഹർബാനോടാണ്. എൻ്റെ പേര് മെഹർബാൻ. ഇപ്പോൾ കറണ്ട് NEET എനിക്ക് 625 മാർക്ക് ഉണ്ട്. 4217 റാങ്ക് വന്നിരിക്കുന്നത്. എവിടെയാണ് വീട്? എറണാകുളം. അപ്പോൾ ഫസ്റ്റ്ലി ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു ഡോപ്പയുടെ. അപ്പം നമ്മൾ ഓൺലൈനിലായിട്ട് പറയുമ്പോൾ ഡെയിലി റൂട്ടീന് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ ഫസ്റ്റ് കീപ്പ് ചെയ്യാൻ നല്ല പാടായിരുന്നു. എന്നിട്ട് രാവിലെ 5:30 എണീക്കും. എന്നിട്ട് ഒരു 5:45 ആകുമ്പോഴേക്കും റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കും. എന്നിട്ടൊരു 8 o'clock വരെ അവിടെ ഇരിക്കും. അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ സമയമായിട്ട് ഒരു 15 minutes ഫുഡ് കഴിച്ചിട്ട് വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 minute ബ്രേക്ക് എടുക്കും 11 മണിയാകുമ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകും 1 മണിക്ക്. അത് ഹാഫ് ആൻ അവർ പോകും. പിന്നെ 1:30 കയറിയിട്ട് 4:30 വരെ ഇരിക്കും. എന്നിട്ട് 10 minute ബ്രേക്ക് എടുക്കും. പിന്നെ ഒരു 6 o'clock വരെ ഇരിക്കും. പിന്നെ പ്രയറിന് ബ്രേക്ക് എടുക്കും. പിന്നെ 9 മണി വരെ. അപ്പോൾ ഇങ്ങനെ ദിവസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ സ്ലോട്ടാക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കായിരുന്നു അല്ലേ ബ്രേക്സ്? അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫുഡിൻ്റെ ബ്രേക്ക് ആയാലും പ്രയറിൻ്റെ ബ്രേക്ക് ആയാലും അതിൻ്റെ ഇടയിൽ ഓരോ സ്റ്റഡി സെക്ഷൻസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു 1:30 മുതൽ 4:30 വരെയൊക്കെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു? 3 hours കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ അടുത്തിരിക്കണോണ്ട് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലോക്ക് ഇട്ട് വെക്കും, ഉമ്മയെടുത്ത് കൊടുക്കും. അങ്ങനെ ഓവർകം ചെയ്തു. എന്തുകൊണ്ടാണ് ഓൺലൈൻ ചൂസ് ചെയ്തത് ഓഫ്ലൈന് പകരം? ഫിനാൻഷ്യൽ ഉണ്ടായില്ല, കാശ് ഉണ്ടായില്ല. ഓൺലൈൻ ചൂസ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഫോൺ ഉണ്ടാവുമായിരുന്നു, അപ്പം അത് ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ വീട്ടിലാകുമ്പോൾ ഓൺലൈൻ മോഡ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വേറെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ കാര്യം പിന്നെ എങ്ങനെ ഓവർകം ചെയ്തേ? ഫസ്റ്റ് ഫോണായിരുന്നു എനിക്ക് ഡിസ്ട്രാക്ഷൻ. എന്നിട്ട് ഞാൻ എല്ലാ ആപ്പും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ നമ്മ തുറക്കാൻ പോകുമ്പോ ലോക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ തുറക്കരുതെന്ന്. അങ്ങനെ പിന്നെ ഫോൺ മാറിക്കഴിഞ്ഞപ്പം വീട്ടിലെ കുറെ ഫങ്ഷൻസ് ഒക്കെ ആയി. അതെനിക്ക് ഉമ്മയും അപ്പയും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ലാസ്റ്റത്തേക്ക് ഫസ്റ്റ് ഇയർ റിപ്പീറ്റിംഗ് ഇയർ ലാസ്റ്റത്തേക്ക് ഒരു കസിന്റെ കല്യാണം ഉണ്ടായി. ആ സമയത്ത് തന്നെ മൈൻഡ് ആയി പോയി. 4 മാസം റിപ്പീറ്റ് ചെയ്യാൻ അങ്ങനെ പോയി. എനിക്ക് ഇപ്പോഴും എടുത്തുണ്ട്. ഇത് രണ്ടാമത്തെ ട്രൈ ആയിരുന്നോ? റിപ്പീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഇയർ അങ്ങനെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫുള്ളും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു? അക്കൗണ്ട്സ് കാര്യങ്ങളൊന്നും. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിൽ ഉണ്ടാകുമ്പോൾ ഓക്കെ സമയം പോവും, അത് പുറമെ നമുക്ക് ഫോക്കസ് ചെയ്യാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയപ്പോൾ വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒഴിവാക്കിയപ്പം നല്ലോണം പഠിക്കാൻ കഴിഞ്ഞു. ഫോൺ ബ്രേക്കിന് മാത്രം നോക്കണായി. അല്ലാത്തപ്പോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വാട്സപ്പ് ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെസ്സേജ് വന്നു നോക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ നിന്നൊക്കെ. പിന്നെ ഞാൻ ബ്രേക്കിന് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തു. അപ്പം മര്യാദക്ക് പഠിക്കാൻ പറ്റി, ഫോക്കസ് ചെയ്യാൻ പറ്റി, 3 hours ഇരിക്കാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കും ഫോണിൽ മെസ്സേജ് വന്നോ നോക്കാൻ. വേറെ നല്ല. പിന്നെ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണല്ലോ, നമുക്ക് ചുറ്റും ആൾക്കാരൊന്നുമില്ല, നമ്മളൊരു സ്ക്രീൻ അങ്ങനെ പഠിക്കല്ലേ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലും ക്ലാസ് കാണുന്നതിലും അപ്പോൾ ഇത്ര സമയം അലോട്ട് ചെയ്യുക, അങ്ങനെ ഓരോ ടോപ്പിക്കിന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു സ്റ്റഡി സ്റ്റൈല്? ഓരോ ഇതിനും ഫസ്റ്റ് രാവിലെ തലേ ദിവസം രാത്രി എഴുതി വെക്കും എന്തൊക്കെ ചെയ്യണ്ടേ, ഇങ്ങനെ ടൈം സ്ലോട്ടിൽ ഇങ്ങനെ തീർക്കണം എഴുതി വെക്കും. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു ഡേ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം? ജസ്റ്റ് റാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്ടേ? ഫസ്റ്റ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ. ഫസ്റ്റ് ഇങ്ങനെ 2-3 മാസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായത് വർക്ക് ആവില്ല. അപ്പം പ്ലാൻ ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ടൈം എഫക്റ്റീവായി യൂസ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിക്കാവുമ്പോൾ? ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണല്ലോ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും റാദർ ദാൻ ഓഫ്ലൈൻ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്താണ്? അലക്കണ സമയവും നമ്മൾ ഫുഡ് എടുക്കണ സമയവും നമ്മൾ മെസ്സിൽ പോയി എടുക്കണ സമയമൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ. ഞാൻ വീട്ടിലിരിക്കുന്ന 15 minutes ആവാറുള്ളൂ. പക്ഷെ ഹോസ്റ്റലിൽ പോകുമ്പോൾ 30 minutes ഒക്കെ വരാറുണ്ടായിരുന്നു. മെസ്സിൽ പോയി ക്യൂ നിൽക്കണം, പിന്നെ വാഷ് ചെയ്യണ സമയമൊക്കെ
പോകാറുണ്ട്. പിന്നെ ലൈക്ക് ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഡോപ്പ ആപ്പ് വെച്ചിട്ടാണല്ലോ ഫുൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം ആപ്പിലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ക്ലാസ്സസ് ആയി കഴിഞ്ഞാലും ടെസ്റ്റ് സീരീസ്, ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ഡൗട്ട് വെബ്, അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഈ PCT ഒക്കെ ഉണ്ടാവൂലേ ചാപ്റ്റർ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് അപ്പൊ തന്നെ അസസ് ചെയ്യാൻ പറ്റും ചാപ്റ്റേഴ്സ് ഒക്കെ. പിന്നെ ഡൗട്ട് വെബില് നമ്മളപ്പോ ഡൗട്ട് ഇട്ടാലും, ഞാൻ ഫസ്റ്റ് ഗൂഗിളാ നോക്കിക്കൊണ്ടിരുന്നേ, പിന്നെ ഏതോ മീറ്റിംഗിന്റെ സാറ് പറഞ്ഞ അങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞപ്പം ഞാൻ കറക്റ്റ് ഡൗട്ട് വെബിൽ ഇട്ട് കൊടുക്കും. പിന്നെ അപ്പൊ തന്നെ അവർ ആൻസർ തരുമ്പം അങ്ങനെ ക്ലിയർ ആവുക. അപ്പൊ നമ്മൾ ലൈക്ക് ഇപ്പൊ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്നില്ല എങ്കിൽ പോലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആയി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ലൈവ് സെക്ഷൻസ് വെക്കുമല്ലോ, അതും നല്ല യൂസ്ഫുൾ ആവാറുണ്ട്. ലൈവ് ഒക്കെ ലൈവില് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ലൈവ് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ആപ്പിലാണെങ്കിൽ ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ 720 എക്സാംസ് ആയി കഴിഞ്ഞാൽ അതായത് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ, അപ്പം അതൊക്കെ എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്? ടൈം മാനേജ്മെന്റ് കാര്യം, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് വാലുവേഷൻ, അതൊക്കെ എങ്ങനെയായിരുന്നു? മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് ഞാൻ ഒരു 1:30 ആകുമ്പോഴേക്കും എന്റെ റൂമിലില്ലാത്ത വേറെ റൂമിൽ പോയിരിക്കും. കാരണം റൂമിൽ ഫുള്ളും സാധനങ്ങളെ പൊട്ടിച്ചുണ്ടാവുമല്ലോ. എന്നിട്ടൊരു അരമണിക്കൂർ കൂൾ ഓഫ് ടൈം എടുക്കും. പിന്നെ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇരിക്കും, വീട്ടിലാരും ഉണ്ടാവില്ല നോക്കാൻ. എന്നിട്ട് കറക്റ്റ് 5 മണിയാകുമ്പോൾ നിർത്തും. പക്ക ഒരു എക്സാം പാറ്റേണിൽ തന്നെ പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു സെൻട്രൽ അല്ലെങ്കിലും അതേ രീതിയിൽ വേറെ റൂമിലൊക്കെ പോയിരുന്ന് കൂൾ ഓഫ് ടൈം ഒക്കെ കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ ഫൈനൽ എക്സാമിലോട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂൾ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് റാൻഡായിട്ട് വന്ന് എക്സാം എഴുതി അങ്ങനെ പോകാണ്ട് നമ്മൾ ആ ഒരു എക്സാമിന് ഇരിക്കുക എന്നുള്ള സീരിയസ്നെസ്സോട് കൂടി തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോൾ മോക്ക് എക്സാം ഒക്കെ എഴുതി, ഇപ്പോൾ ഫൈനൽ നീറ്റ് എഴുതി. അപ്പോൾ നീറ്റൊക്കെ എഴുതുമ്പോൾ ഉള്ളൊരു സ്റ്റേറ്റ് എന്തായിരുന്നു? കോൺഫിഡൻ്റ് ആയിരുന്നോ? അതോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? നല്ല പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് നീറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ എന്റെ കിളിയൊക്കെ പോയി. പിന്നെ നീറ്റിന് പോയപ്പം എനിക്ക് പാടില്ലായിരുന്നു, കുറച്ച് സീനായിരുന്നു, വയറുവേദനയൊക്കെ ആയിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ മാർക്കൊക്കെ നോക്കിയപ്പോ കിട്ടി. അപ്പൊ നമ്മളിപ്പോ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് റെക്കോർഡ് ക്ലാസ് കാണും, അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം ഗ്യാപ്പിനാണല്ലോ ലൈവ് തന്നെ. അപ്പൊ ആ സമയത്ത് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ലൈവ് വരുമ്പോ കിട്ടാത്തൊക്കെ ചോദിക്കും. നമ്മൾ എക്സാംസ് ഒക്കെ എഴുതിയതിനു ശേഷം ഇപ്പൊ സ്കോർ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ, മിസ്റ്റേക്സ് നോക്കാൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു? ഓരോ എക്സാം കഴിയുമ്പോഴും ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. എന്തൊക്കെ തെറ്റി, എന്തുകൊണ്ടാ തെറ്റിയെന്ന് എഴുതി വെക്കുമായിരുന്നു. അറിയാത്ത ടോപ്പിക് ഒക്കെ വേറൊരു ബുക്കിൽ, ചെറിയ ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഇപ്പൊ വേറെ മന്ത്ലി എക്സാമോ ഗ്രാൻഡ് എക്സാമോ ഒക്കെ വരുമ്പോ അത് പിന്നെ എടുത്ത് റിവൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ മിസ്റ്റേക്ക് ബുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിപ്പോൾ മെഹറിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ലൈവ് റെക്കോർഡ് ക്ലാസ്സിലൊക്കെ ഫാക്കൾട്ടീസും കാര്യങ്ങളും എങ്ങനെയൊക്കെയായിരുന്നു? ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. അവരൊക്കെ പറഞ്ഞുതരും, ചോദിച്ചാൽ മതി പറഞ്ഞുതരും. പിന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ ബെറ്റർ ആയിരുന്നു. ഞാൻ ക്രാഷിന് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്തത്. എന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കര കുറവായിരുന്നു, പക്ഷെ വന്നപ്പോ എന്റെ അത് കൂടി നൈസാണെന്ന് തോന്നി. നമ്മൾ ഇപ്പോൾ ഒരു സ്ക്രീനിന്റെ അപ്പുറത്താണെങ്കിലും ആ ഫിസിക്കൽ ബാരിയർ പ്രശ്നമില്ലാത്ത രീതിയിലായിരുന്നു ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഓൺലൈൻ ചൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കാണുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെ. ഈ ഓൺലൈനിലാകുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ ആ പേഴ്സണൽ അറ്റൻഷൻ കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചോദിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ചെറുതായിട്ട് ഫസ്റ്റ് ഭയങ്കര ടമ്പലായിരിക്കുമല്ലോ മീറ്റിംഗിലൊക്കെ കയറി ചോദിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഓൺലൈനിൽ എക്സാം എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഓഫ്ലൈനിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഓഫ്ലൈനിൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതെവിടെയായിരുന്നു? ഗ്രാൻഡ് എക്സാമിനും റിവിഷൻ എക്സാമിനൊക്കെ തൃശ്ശൂർ പോയി എഴുതാറുണ്ട്, അവരുടെ ഓഫ്ലൈൻ സെന്ററിൽ പോയിട്ട് എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ OMR ബബ്ലിങ് കാര്യങ്ങൾ, അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇങ്ങനെ ഓഫ്ലൈൻ എക്സാം എഴുതുന്നതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, എനിക്ക് പേടിയായിരുന്നു ഓൺലൈൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന്. അതുകൊണ്ട് ഓഫ്ലൈൻ എഴുതിയേ. OMR ബബിൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ആവുമല്ലോ. അപ്പം നല്ല എക്സ്പീരിയൻസ് ആണ്. ട്രാവലിംഗ് മാത്രമേ ഇഷ്യൂ ഉള്ളൂ, ബാക്കി എല്ലാം പറ്റില്ല. അപ്പോൾ ഇതേപോലെ വീട്ടിൽ നിന്ന് എക്സാം എഴുതുമ്പോൾ OMR ബബിൾ ചെയ്ത് നോക്കാറുണ്ടായിരുന്നോ? അല്ല, അത് കുറച്ച് റിസ്ക് അല്ലേ, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇടയ്ക്ക് തന്നെത്താനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം വെച്ചിട്ട് പറഞ്ഞിരുന്നു. മെഹറിനോട് ഇപ്പോൾ ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നീ എന്തൊക്കെ പറയും? ഓൺലൈനിൽ കുറച്ചും കൂടി സമയം കിട്ടും, ബാക്കി ഒന്നും ഉണ്ടാവില്ലല്ലോ.
സമയം കിട്ടും. പക്ഷെ ഓഫ്ലൈനിൽ അങ്ങനെ അധികം സമയം കിട്ടും, എന്നാലും മെസ്സി പോണ സമയം, ഫുഡ് കഴിക്കണ സമയം അതൊക്കെ ഓഫ്ലൈനിൽ പോകും. പിന്നെ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ ഹോമാണ് ഡയറക്റ്റ് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട്. പിന്നെ ഓഫ്ലൈനിൽ എനിക്ക് തോന്നിയിട്ടുള്ള അപ്പുറത്തേക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമല്ലോ പിയർ ഗ്രൂപ്പ് ആയിട്ട്, അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഓഫ്ലൈനിൽ വെച്ചിട്ട്. ലൈവ് ഇന്ററാക്ഷൻ കിട്ടുമല്ലോ, പിന്നെ അവരുടെ മെത്തേഡ്സ് ഒക്കെ നമുക്ക് പറഞ്ഞുതരും അങ്ങനെ. പക്ഷെ ഓൺലൈനിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. നമുക്ക് ആരൊക്കെയെന്ന് അറിയാൻ പാടില്ലല്ലോ, നമ്മുടെ കൂടെ ഉള്ളവര് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ കുറെ ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഫോൺ തന്നെ പറഞ്ഞത്, പിന്നെ ഫങ്ഷൻസ്, പിന്നെ വീട്ടുകാർ എന്ത് പറഞ്ഞാലും ഞാൻ അറിയും. താഴെ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും. ഭയങ്കര സിനിമായിരുന്നു. പിന്നെ ടി വി വെച്ച് ഞാൻ അറിയും. അതുകൊണ്ട് ഫാനത്ത് ഇരിക്കണം ഫുൾ നേരം. ഓഫ്ലൈൻ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ വീട്ടിലാണ്, അപ്പോൾ വീട്ടുകാരെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. റിപ്പീറ്റ് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് വാപ്പൊക്കെ സമ്മതിക്കണ്ടായില്ല, അല്ല പോണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് നിർത്തിക്കൊണ്ടാണ് പിന്നെ പൊക്കോളാൻ പറഞ്ഞത്. എന്നെ ഒരു ഫംഗ്ഷൻ പറയാൻ എന്നെ വിളിക്കൂല, നിർബന്ധിക്കൂല, ഒന്നിനും നിർബന്ധിക്കാറില്ല. എന്നെ ഇരുന്നോളാൻ പറയും. ഞാൻ പോവാത്തോണ്ട് ഉമ്മയും പോകൂല, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എന്റെ വീട്ടിൽ ആരും ഉണ്ടാവൂല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉമ്മയൊക്കെ ജോലിക്ക് പോകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം കൊണ്ടും ലൈക്ക് പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ വീട്ടുകാരാണെങ്കിലും ലൈക്ക് നിന്റെ പ്രയോറിറ്റി സ്റ്റഡീസ് ആണ്, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതെന്തായാലും ലൈക്ക് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകാൻ എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഡെയിലി മോർണിംഗ് മീറ്റിംഗ്സ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ അത് ലൈക്ക് വീട്ടുകാർ അറ്റൻഡ് ചെയ്യലുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനിൽ? വീട്ടുകാർ അറ്റൻഡ് ചെയ്യലുണ്ടായില്ല, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. സാർ എല്ലാ ദിവസം പറഞ്ഞിട്ടില്ല എങ്ങനെ ചെയ്യണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തത് മീറ്റിംഗ് ആണ്. കാരണം എനിക്കറിയാൻ പാടില്ല എന്താ സംഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന്. സാറ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രിപ്പറേഷനൊക്കെ. മോർണിംഗ് ലൈക്ക് നമ്മൾ അനലൈസ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോർണിംഗ് മീറ്റിംഗ്സ് കാര്യങ്ങൾ അല്ലേ? സാറിന്റെ മീറ്റിംഗ് ഒക്കെ ഭയങ്കര കോയിൻസിഡൻസ് ആണ്. അപ്പൊ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായിരിക്കും സാർ അടുത്ത ദിവസം പറയാൻ പാടില്ല. ഒരു ദിവസം എനിക്ക് ഈ എക്സാമിന്റെ സമയത്തൊന്നും ഉറക്കം കിട്ടൂല. ഗ്രാൻഡ് എക്സാമിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാകുമ്പോ ഒന്നും ഉറക്കം കിട്ടൂല. ആ സമയത്താണ് സാർ ഇങ്ങനെ പറഞ്ഞത്, ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പം സാർ അതിനുള്ള മെത്തേഡ് പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വന്നേന്ന് പറഞ്ഞത്. പിന്നെ അത് പതിയെ ടെൻഷൻ വരണോണ്ട് അതേ സോൾവ് ആക്കാൻ നോക്കി പതിയെ. എനിക്കിങ്ങനെ എപ്പോഴും ഡിപ്പ് വരുമായിരുന്നു. എനിക്ക് ഒട്ടും കൺസിസ്റ്റന്റ് അല്ലായിരുന്നു എന്റെ മാർക്കൊന്നും. അതിന് നല്ല ഇതുണ്ടായി, ഡിപ്രസ്ഡ് ആയിരുന്നു ഇടയ്ക്കൊക്കെ. അതിന്റെ അതേ സമയത്ത് തന്നെ സാറ് മീറ്റിംഗിൽ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ലൈക്ക് ഇപ്പൊ ഫാക്കൾട്ടീസിനെ പറ്റിയിട്ട് എന്താ പറയാനല്ലേ? ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ബാരിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവര് ഓപ്പൺ ആയിട്ട് വർത്താനം പറയണേ, പഠിപ്പിക്കുന്നതൊക്കെ ഫുള്ളും അടിപൊളിയായിട്ട് മനസ്സിലാവാൻ അനൂപ് സാറും അഷ്റഫ് സാറൊക്കെ സീനായിട്ട് മനസ്സിലാവാറുണ്ട്. ചോദിച്ച അപ്പൊ തന്നെ പറഞ്ഞുതരും. അഷ്റഫ് സാറൊക്കെ നമ്മൾ കമന്റ് ഇട്ടാൽ തന്നെ സാറ് നോക്കിയിട്ട് അപ്പൊ തന്നെ പറഞ്ഞുതരുമായിരുന്നു. എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഫാക്കൾട്ടീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മെന്റേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആരായിരുന്നു മെന്ററൊക്കെ? മെന്റർ സാലു, കോഴിക്കോടുള്ള. എല്ലാം പറഞ്ഞു തരണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. രാവിലെ തന്നെ മെസ്സേജ് ഇടും, ഒരു കോട്ട്സ് ഇടും. അതിങ്ങനെ കാണുമ്പോൾ തന്നെ റിഫ്രഷിംഗ് ആണ്. ആരും ഓൺലൈൻ എടുക്കണം അതോ ആരും ഓൺലൈൻ എടുക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? മനസ്സിന് നിയന്ത്രണം കൺട്രോൾ ഉള്ളൊരു ഓൺലൈൻ എടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കും, ഡിസ്ട്രാക്ഷൻ. അല്ലാത്തവർ ഓഫ്ലൈൻ എടുക്കുന്നതൊക്കെ നല്ലത്. ഇപ്പൊ വീട്ടിലെ പിള്ളേരുണ്ട്, അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ വീട്ടിൽ അങ്ങനെ ആരും ഇല്ല. അങ്ങനെ ഇല്ലാത്തവരായിരിക്കും ബെറ്റർ ഓൺലൈൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് നമ്മൾ ഓൺലൈൻ എടുക്കുകയാണെങ്കിലും ഡിസ്ട്രാക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇനിയിപ്പോൾ ലൈക്ക് ഇപ്പം നിന്റെ ജൂനിയേഴ്സായി വരുന്ന ആൾക്കാർ, അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഓൺലൈൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവരോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? ഡിസ്ട്രാക്ഷൻ തന്നെയായിരിക്കും. കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാര്യമുള്ളൂ. ഇപ്പൊ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എനിക്ക് തോന്നുള്ളൂ. ഒരു കാര്യം ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ തന്നെ അപ്പൊ തന്നെ എന്റെ മൈൻഡ് പോകും, വേറെ ഫോക്കസ് ഒക്കെ വിടും. ഫോൺ മാറ്റി വെക്കാനുള്ള എബിലിറ്റി വേണം. ഫസ്റ്റ് ഇൻസ്റ്റയും വാട്സപ്പ് എല്ലാം കളയാം, അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. പിന്നെ ആരും നോക്കാനില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഓൺലൈനിൽ നോക്കാനില്ലല്ലോ. പാരന്റ്സ് ഉണ്ടെങ്കിൽ പോലും പാരന്റ്സ് വന്ന് നോക്കുമ്പോൾ നമ്മൾ പഠിക്കായിരിക്കും. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ല നമ്മൾ പഠിക്കും. നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ നമ്മൾ പഠിക്കണോ ഇല്ലയോ. അത് നമ്മളെ തന്നെ ഒരു
ബിലീവ് വേണം, വിശ്വാസം വേണം, പഠിക്കാൻ പറ്റണം. ഇനിയിപ്പോൾ ഇതേപോലെ അപ്പാർട്ട് ഫ്രം ഡിസ്ട്രാക്ഷൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതല്ലാതെ നമ്മൾ ലൈക്ക് ഷെഡ്യൂൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത്ര പഠിച്ചാൽ മതി അങ്ങനത്തെ സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമല്ലോ. നമ്മൾ ഇതേപോലെ ഒരു സെൻറ്ററിലാകുമ്പോൾ ചുറ്റും ഇപ്പോൾ നീ പറഞ്ഞു മോർണിംഗ് മീറ്റിംഗ് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയാണ് എന്നുള്ള കാര്യം ആഷിഖ് സാർ പറയുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെ സെൽഫ് ഡൗട്ട് ഒക്കെ തോന്നുമ്പോൾ എന്താ ചെയ്യാറ്? മെന്റർ അടുത്ത് പറഞ്ഞാൽ മതി, പുള്ളി പറഞ്ഞു. മെന്റർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ലൈക്ക് ഫസ്റ്റ് ഇപ്പം നീറ്റ് നമ്മൾ മെയ് 3-ാം തീയതി പോയി എഴുതി, അന്നത്തെ ഒരു മെന്റൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിൽ നിന്നാണല്ലോ വന്നത്. നല്ല കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ സമയത്ത്. കാരണം ഹോസ്റ്റലിൽ പോയപ്പം കുറെ ചേഞ്ചസ് ഒക്കെ വന്നായിരുന്നു, പഠിക്കുന്ന പാറ്റേൺസ് പോയത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം നീറ്റ് ക്യാൻസൽ ആക്കി എന്ന് പറഞ്ഞു. പിന്നെ ഫുള്ള് ഡിപ്രഷനായി. പിന്നെ അപ്പൊ തന്നെ വേറെ ഹോസ്റ്റലിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നീറ്റ് ലൈക്ക് ക്യാൻസൽ ചെയ്തു. അപ്പം അതിന് റീനീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നല്ലോ. അപ്പോൾ ലൈക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ സമയത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? നമ്മൾ ലൈക്ക് ഒന്ന് നിർത്തിയെടുത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിത്തത്തിൽ നിന്നൊക്കെ മാറി ഫുൾ എൻജോയ്മെന്റ്സിലേക്ക് വന്നത്. പിന്നെ ഇതിലേക്ക് ചടപ്പും ഒരു ടഫൊക്കെ ആയിരുന്നു. പിന്നെ പഠിച്ചല്ലേ പറ്റുന്ന ഇതിൽ ഇരുന്ന് പഠിച്ച്, പിന്നെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ വൈകുന്നേരം, സാറിന്റെ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ട്രാക്കിലൊക്കെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. വേറെ വഴിയില്ല, എക്സാം എഴുതണം. ഒരാഴ്ച കിട്ടിയോണ്ട് എനിക്ക് മറ്റേ നെറ്റിന് മാർക്ക് ഉണ്ടായി, അതിനും കിട്ടിയോണ്ട് ഇത് ടെൻഷൻ വരുമായിരുന്നു എപ്പോഴും. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് എപ്പോഴും അങ്ങനെ പറയലായിരുന്നു എനിക്ക് ഡിപ്രഷനാന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഉമ്മയുടെ ഇത് കേൾക്കാം. അപ്പൊ ലൈക്ക് രണ്ടാമത് റീനീറ്റിന് പോകുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിരുന്നു പ്രിപ്പറേഷനിലും അതുപോലെ തന്നെ കിട്ടുമെന്നുള്ളൊരു? ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച പോയിന്നാ, കാരണം പഠിച്ചിട്ടുണ്ടായി, പക്ഷെ ഉള്ളിലൊരു ഇതുണ്ടായില്ല. ക്യാൻസൽ ആണെന്ന് അറിയില്ല, എന്തോ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ റേറ്റ് ലൈക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ കുറച്ചുകൂടി കൂടിയിട്ടായിരുന്നു വന്നിട്ടായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? സത്യം പറഞ്ഞ എക്സാമുകൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല. ഫുൾ ഓഫ് ടൈം 12 മണിക്ക് കയറി, എന്നിട്ട് ഇരുന്ന് കുറച്ചിരുന്ന് മൈൻഡൊക്കെ സെറ്റാക്കി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ സാധാരണ കഴിഞ്ഞ കൊല്ലമൊക്കെ ക്യാൻസൽ നീറ്റിന് കിട്ടിയപ്പോൾ നല്ല വെപ്രാളമായിരുന്നു, കൈയൊക്കെ വറക്കാറുണ്ട്. പക്ഷെ എന്തോ കാരണത്താൽ ഈ എക്സാം വലിയ സീൻ ഉണ്ടായില്ല. വലിയ എക്സൈറ്റ്മെന്റോ പേടിയോ ഒന്നും ഉണ്ടായില്ല. എക്സാം തുടങ്ങിയപ്പോൾ മര്യാദക്ക് കൺട്രോൾ ചെയ്ത് എഴുതാൻ പറ്റി, ടൈം മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സാധാരണ വന്ന സിലിമിസ്റ്റേക്കാളും സംഭവിച്ചിടത്തോളം നല്ല കുറവായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ ഫസ്റ്റ് എക്സാമിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ലൈക്ക് കോൺഫിഡൻ്റ് ആയി കൂളായിട്ട് സെക്കൻഡ് എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റി, ലൈക്ക് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആക്കി എന്നുള്ള രീതിയിലായിരുന്നു നിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ ലൈക്ക് അറ്റ് ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ രണ്ടാമത്തെ നീറ്റിൻ്റെ റിസൾട്ട് വന്ന് ലൈക്ക് ഇത്രയും നല്ലൊരു സ്കോറിലോട്ട് എത്തിയപ്പോൾ ലൈക്ക് നിൻ്റെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു റിയാക്ഷൻസും ഇതൊക്കെ എന്തൊക്കെയായിരുന്നു? വിശ്വസിക്കാൻ പറ്റില്ല. സ്കോർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നോക്കിയപ്പോ കിട്ടിയായിരുന്നു, പക്ഷെ എനിക്കങ്ങനെ വിശ്വാസം ഉണ്ടായില്ല എനിക്കിത് കിട്ടിയെന്ന്. കാരണം അത്രയും സ്വപ്നം കണ്ട സാധനമുള്ളൂ, പെട്ടെന്ന് കിട്ടും ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് കിട്ടിയെന്നായോ? വിചാരിച്ചില്ല. വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും. അപ്പൊ തന്നെ റിസൾട്ട് അന്ന് തന്നെ എല്ലാരും വീട്ടിലേക്കൊക്കെ വന്ന് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എൻജോയ് ചെയ്തു അല്ലേ? ഇനി ലൈക്ക് എപ്പോൾ മുതലാണ് ഇങ്ങനൊരു ഡോക്ടർ എന്നുള്ള ഒരു കാര്യം നിനക്ക് വന്നേ? ഡോക്ടർ ആവണം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു അംബീഷൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു, അതോ? +1 ജോയിൻ ചെയ്യാൻ പോയി. +1 ഞാൻ ശരിക്കും ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വിചാരിച്ചായിരുന്നു. പിന്നെ ഒരു +2 കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇത് വന്നത്. +1 വരെ ഒരു എൻട്രൻസ് എക്സാം എഴുതി. ഡിഗ്രി കോഴ്സിന് പോകാനുള്ള ഫിനാൻഷ്യൽ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് എൻട്രൻസ് എക്സാം ചൂസ് ചെയ്തു. പിന്നെ +2 കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ആവണം എന്നൊരു ഇത് വന്നത്. അപ്പോഴേക്ക് വീട്ടുകാർ ഇപ്പോൾ ഡോക്ടർ ആവണം എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻസിഡൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ലൈക്ക് ഈ ഒരു ഫീൽഡിനോട് വരാൻ? ഡ്രാമ കാണാറുണ്ടായിരുന്നു. ഡ്രാമ കാണാറുണ്ടായിരുന്നു? ഏത് ഡ്രാമ കണ്ടിട്ടായിരുന്നു ഡോക്ടർ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ? കൊറിയൻ ഡ്രാമ, ചൈനീസ് ഡ്രാമ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു, പൈസക്കാർക്ക് ഡോക്ടർ ആവാൻ പറ്റുക അല്ലെങ്കിൽ ഡോക്ടർമാരെ മക്കളെ ഡോക്ടർ ആവുക, അങ്ങനെയൊക്കെ കുറേ സ്റ്റിഗ്മ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് പണ്ട് പോലെ പഠിക്കുന്ന ആളാണ് വെച്ചാൽ +2 നല്ല മാർക്ക് ഉണ്ടായി. അപ്പൊ വീട്ടുകാര് പൊക്കോളാൻ പറഞ്ഞു.
ഇവർക്ക് സത്യം എൻട്രൻസിന് താല്പര്യം ഉണ്ടായത്. ബാപ്പി IAS എന്നിട്ട് പറഞ്ഞു. ഞാൻ പിന്നെ ഇനിയിപ്പോൾ ലൈക്ക് ഇപ്പോൾ എൻട്രൻസ് ചൂസ് ചെയ്യാന്നുള്ളൊരു ഡിസിഷൻസിലെത്തി. പിന്നെ ലൈക്ക് വൈ ഡോപ്പ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? എന്തുകൊണ്ട് ഡോപ്പ് ചൂസ് ചെയ്തു എന്നുള്ള? യൂട്യൂബില് ക്രാഷ് കോഴ്സ് ചെയ്ത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ഞാൻ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്ക് ഡോക്ടറുടെ ചില വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബാപ്പിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഡോക്ടർമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് സമ്മതിച്ചു, ബാപ്പി സമ്മതിച്ചു. പിന്നെ റിപ്പീറ്റിംഗ് നോക്കി. റെസിഡൻഷ്യൽ അവസ്ഥ പക്ഷെ കുറച്ച് ഫിനാൻഷ്യലി ഇതുള്ളതുകൊണ്ട് ഓൺലൈൻ ചൂസ് ചെയ്തു. പക്ഷെ എന്റെ എക്സ്പെക്ടേഷനേക്കാളും മുകളിലായിരുന്നു. ലൈക്ക് ആ ഭാഗത്തുനിന്ന് ഒരു റിഗ്രറ്റും കാര്യങ്ങളും ഇല്ല, എല്ലാം കൊണ്ടും ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനിയിപ്പോൾ ലൈക്ക് ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ഇപ്പോൾ ലൈക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊരു ഫേസ്. അപ്പം നീറ്റ് ലൈക്ക് നമ്മളിങ്ങനെ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു സാധനം കയ്യിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ലൈക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ തോന്നുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ എക്സാം റിസൾട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലാതെ ഇപ്പം ജെന്യുവൻ ആയിട്ട് നിനക്ക് തോന്നുന്നത്? ഞാൻ ആ സെൽഫിനോട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ഇപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരുപാട് ഡ്രീം ചെയ്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം. കഴിഞ്ഞ കൊല്ലമൊക്കെ കിട്ടാതിരുന്നപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഏതൊരു സീറ്റ് വേണ്ടി ഇതായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടിയപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം ഏതൊരാളാണെങ്കിലും ലൈക്ക് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് വേണ്ട ക്വാളിറ്റി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നീ എന്ത് പറയും? നമ്മള് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരു ദിവസം മാത്രം പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒരു ദിവസം വേണ്ടി മറ്റു ദിവസം കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ടൈമിൽ പഠിക്കാൻ പറ്റണം. ഷോപ്പ് ചെയ്യാൻ പറ്റണം, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണം എന്നുള്ള കാര്യമാണ് അല്ലേ? ഇനി ലൈക്ക് അറ്റ് ലാസ്റ്റ് മെഹറിന്റെ ഡ്രീം കോളേജ് ഏതാണ്? എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം? കാലിക്കറ്റ്. ഫസ്റ്റ് എയിംസ് ആയിരുന്നു, എന്നിട്ട് ഞാൻ കാലിക്കട്ടേക്ക് മാറ്റി. എയിംസ് കിട്ടൂലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറേ മെത്തേഡ്സ് ട്രൈ ആക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലത് പാളിയിട്ടുണ്ടാവും, ചിലത് നല്ല രീതിക്ക് വന്നിട്ടുണ്ടാവും. അപ്പം ലൈക്ക് ഇപ്പോൾ ഈ ഒരു വർഷത്തെ ജേർണി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ലൈക്ക് ആ സമയത്ത് നിനക്ക് വന്നൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇനിയുള്ളൊരു കുട്ടി അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അന്ന് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവുമായിരുന്നു, അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓൺലൈൻ ബയോളജി വായിക്കുന്നത് ഭയങ്കര പാസീവ് ആയിട്ടാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഓഫ്ലൈനിലേക്ക് വന്നപ്പോഴാണ് എല്ലാവരും വായിക്കാണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ആക്റ്റീവായിട്ട് വായിക്കണമെന്ന്. അത് അങ്ങനെ വായിച്ചാണെങ്കിൽ കുറച്ചുകൂടി മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റിയായിരുന്നു. ഓൺലൈനിൽ ഞാൻ ഭയങ്കര പാസീവായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമായിരുന്നു. എന്റെ ഉള്ളിലേക്കൊന്നും അധികം കയറില്ലായിരുന്നു. പിന്നെ NCERT വായിക്കുന്ന കാര്യം, കെമിസ്ട്രി ഒക്കെ ഞാൻ ലാസ്റ്റേക്ക് വായിച്ചത്, റിവിഷന്റെ സമയത്ത് വായിച്ചത്. ഡിയാനോക്ക് ചാപ്റ്ററൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ അതിന്റെ ടെക്സ്റ്റ് വായിക്കണം എനിക്ക് അറിയില്ലായിരുന്നു. അത് ഓഫ്ലൈനിൽ എത്തിയപ്പോഴാണ് പിള്ളേർ വായിക്കാൻ കണ്ടിട്ട് അത് വായിക്കണമെന്ന് മനസ്സിലായത്. പക്ഷെ ഓൺലൈനിൽ ഞാൻ വായിച്ചിട്ടുണ്ടായില്ല കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഒന്നും. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട്. അപ്പോൾ നിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന സ്റ്റൈൽ എങ്ങനെയായിരുന്നു? അത് നിനക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഷോർട്ട് നോട്ട് ഏറ്റവും ഉപകാരപ്പെട്ടത് റിവിഷന്റെ സമയത്താണ്. മാരത്തോണിന്റെ സമയത്തും ഒരു ദിവസം 5 എക്സാം കണ്ട സമയത്ത് അപ്പോഴാണ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടത്. അപ്പോൾ ലൈക്ക് മാരത്തോണിന്റെ സമയത്തൊക്കെ ഫിസിക്സിനും കെമിസ്ട്രിക്കും നല്ല രീതിയിൽ ലൈക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാൻ ഷോർട്ട് നോട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇനി വരുന്ന ആൾക്കാരും ഷോർട്ട് നോട്ട് മസ്റ്റ് ആണോ? റിപ്പീറ്റിംഗ് ഏറ്റവും വലിയ റിഗ്രറ്റ് ആണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്തത്. പിന്നെ റിപ്പീറ്റിംഗിൽ ലാസ്റ്റത്തേക്ക് ഏതോ ഒരു സാറ് ക്ലാസ് എടുത്തപ്പം കാണിച്ചു തന്നു ഷോർട്ട് നോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായെങ്കിൽ പിന്നെ റിപ്പീറ്റിംഗ് ചെയ്തപ്പം ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടേ പഠിച്ചിട്ടുള്ളൂ. എല്ലാ ചാപ്റ്റേഴ്സിനും അപ്പോൾ ഷോർട്ട് നോട്ട് കയ്യിലുണ്ട്, അതിനൊരു കളക്ഷൻ ഉണ്ട് അപ്പോൾ കയ്യിൽ. അപ്പോൾ ലൈക്ക് ഇപ്പം അച്ചീവ് ഒക്കെ ചെയ്ത് ലൈക്ക് ഒരു ടോപ്പറായി നിൽക്കുകയാണ്. അപ്പോൾ നീ മെഹറിന്റെ ഡ്രീം കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം? അപ്പോൾ കാലിക്കറ്റിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം. സോ ലൈക്ക് അവിടെ തന്നെ കിട്ടട്ടെ, നമ്മളൊക്കെ ജൂനിയേഴ്സ് ആയിട്ട് വരാൻ പറ്റട്ടെ. എന്തായാലും അവിടുന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ്.